നൈസാട്ടോ. ഒരുപാട് ആളുകൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരു ചുരത്ത് കൂടി ആർസി കൊണ്ട് പോണേ. ഒരു പഴഞ്ചൻ പ്രേതകഥയുടെ എന്താ പറയുക, ആ ഒരു സെറ്റ് പോകണം. വെൽക്കം ടു തമിഴ്നാട്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാ തവണയും ഊട്ടിയൊക്കെ പോകുമ്പോൾ നാടുകാണി വഴി പാസ് ചെയ്യും. പക്ഷെ നാടുകാണിക്ക് കുറച്ചകത്തുകൂടെ പോയി കഴിഞ്ഞാൽ ഒരു സ്പോട്ടുണ്ട്, എല്ലമല എന്ന് പറയുന്നൊരു സ്പോട്ട്. അപ്പോൾ ഒരു വെറൈറ്റി പിടിക്കുമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പ്ലാൻ, കാരണം ചെറിയ ഡിസ്റ്റൻസല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഞാൻ ആർസി എടുത്തതാണ്. ആർസി എന്തായാലും വൺ ഡേ ട്രിപ്പിന് വളരെ കംഫർട്ടബിളാണ്. 2 ഡേ ഒക്കെ ആകുമ്പം ലഗേജ് ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത ഇഷ്യൂ കാരണം ഞാൻ 2 ഡേക്കൊന്നും അങ്ങനെ എടുക്കാറ് കുറവാണ്. പിന്നെ നമ്മുടെ ടെൻറ്റ് സെറ്റപ്പ് അതൊന്നും നടക്കൂല ആർസിയിൽ, ലഗേജ് കൊണ്ടുപോകാൻ പറ്റില്ല. സോ നമ്മൾ ഈ ഒരു ചെറിയ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ആർസി ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ആർസിയുടെ സ്വന്തം ജന്മനാടായ നിലമ്പൂരിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അതായത് നമ്മളെ വണ്ടി നിലമ്പൂരിൽ നിന്ന് എടുത്ത വണ്ടിയല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ജന്മനാടെന്ന്. ജന്മം കൊണ്ട സ്വന്തം KL71 നിലമ്പൂരിലാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് പതുക്കെ ഇങ്ങനെ പോകുമെന്ന് കരുതിയിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് വളരെ വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല. എന്തായാലും ഞാൻ എണീക്കാൻ നേരം വയ്ക്കും. ഞാൻ ശരിക്കും ഏർലി മോർണിംഗ് ഒരു 4 മണിക്കൊക്കെ എണീറ്റ് അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചൊരു പ്ലാൻ ആയിരുന്നു. പക്ഷേ എണീക്കാൻ വൈകി. ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇന്നലെ ട്രെയിനിലായിരുന്നു നൈറ്റെല്ലാം. അപ്പോൾ നമുക്ക് പോകുന്ന റൂട്ട് ആദ്യം നാടുകാണി ആയിരിക്കും. നാടുകാണി കയറി നേരെ എല്ലമലയിൽ പോവും. പിന്നെ അതിന് തൊട്ടടുത്തൊരു സ്പോട്ട് കൂടെ ഉണ്ട്, അവിടെയും കൂടെ പോകണം. എന്നിട്ട് നമുക്ക് തിരിച്ച് നാടുകാണി ഇറങ്ങാം. ഇന്നത്തെ ഒരു 1 ഡേ പ്ലാന്. അപ്പം എന്തായാലും ബാക്കി കാര്യങ്ങൾ കാണാം. യാത്രയെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചാണ്. വീട്ടിൽ നിന്നും ലൈറ്റായിട്ട് കഴിച്ചിറങ്ങിയാണ്. പക്ഷേ എന്തോ കഴിക്കാനൊരു മൂഡ് ചില സമയത്തൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതേ നമ്മൾ വളരെ ലേഗാണ്. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു സമയത്ത് ഈ ഒരു ചുരം കയറുന്നത്. അതായത് നാടുകാണി ചുരം മോർണിംഗ് 10 മണി സമയത്ത് കയറുന്നത്. മോർണിംഗ് ഇറങ്ങുന്ന ട്രിപ്പൊക്കെ വളരെ കുറവാണ്. ഞാൻ അധികവും തലേ ദിവസം ഇറങ്ങും, അങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ ഉണ്ടാവുക. എന്നിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തി പിടിക്കും. പക്ഷേ ഇങ്ങനെ ഒരു ട്രിപ്പ് ഇത് ആദ്യമായിട്ട്. ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നറിയില്ല. ഈ ഒരു സമയത്തൊക്കെ ആകുമ്പം പ്രോപ്പറായിട്ടുള്ള ചെക്കിംഗ് ഒക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. രാത്രി ആകുമ്പോൾ അങ്ങനെയുള്ള സംഭവം ഒന്നും ഉണ്ടാവില്ല. കൊടൈക്കനാലിൽ നിന്നൊക്കെ എന്താ പറയുക, ഇന്നെ ചെക്ക് ചെയ്തില്ല മീൻസ് അവിടെ എങ്ങനെ കയറുകയാണെങ്കിലും അവിടെ 100 രൂപ 50 രൂപ കൊടുക്കണം ഫോറസ്റ്റുകാർക്ക്. പക്ഷെ നൈറ്റ് ആകുമ്പം അങ്ങനത്തെ പ്രശ്നമില്ല. ഞാൻ പിന്നെ അത് കണ്ട് പ്ലാൻ ചെയ്യുന്നൊന്നുമല്ല. എൻ്റെ ഒരു പ്ലാൻ അധികം അങ്ങനെ ആയിരിക്കും. തലേ ദിവസം പോയിട്ട് സ്റ്റേ അടിക്കും. പ്രോപ്പറായിട്ടില്ല ഉറക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പുലർച്ചെ എണീറ്റ് പോക്കൊക്കെ ഭയങ്കര ടാസ്ക്കാണ്, എണീക്കാൻ പറ്റത്തില്ല. നമ്മൾ കംഫർട്ട് സോണിൽ കിടന്നുറങ്ങിയാൽ എണീക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. 3:30 സമയത്ത് ഇറങ്ങണം എന്ന് വിചാരിച്ച് 3 മണി തൊട്ടേ അലാറുണ്ട്. പക്ഷേ നടന്നില്ല ഗൈസ്. 6 മണി ആയിട്ടുണ്ട് എണീറ്റപ്പോൾ. ഓ നൈസാട്ടോ. ഒരുപാട് ആളുകൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരു ചുരത്ത് കൂടി ആർസി കൊണ്ട് പോണേ. നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ച പ്ലാൻ എങ്ങനെയാ വെച്ചാൽ എനിക്ക് സൺറൈസ് ഈ ചുരത്തി കിട്ടണം എന്നാണ് വിചാരിച്ചിനി. പക്ഷേ എല്ലാം എന്താ പറയുക, മാറി മറിഞ്ഞു ഗൈസ്. വിധിയെ തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലെ എല്ലാം മറ്റേതൊക്കെ രീതിക്ക് സംഭവിച്ചു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള റോഡാണ്. പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് മോശമാവാൻ ചാൻസ് ഉണ്ട്. വാവ് നൈസ്. ഓ പോലീസ് ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ. വെയിൽ എന്താ പറയുക ഓണായതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെയുള്ള തണലേരിയയിലെത്തുമ്പം ഇവിടുത്തെ ഒരു തണുപ്പും നമുക്ക് ഫീൽ ആവാൻ പറ്റുന്നുണ്ട്. വാവ്. ഓ കണ്ടില്ലേ, അതെന്താന്ന് മനസ്സിലായോ? അതാണ് നമ്മുടെ എന്താ പറയുക ആനപ്പിണ്ടം. ആന എന്താ പറയുക പിണ്ടിട്ട് പോകുന്ന സംഭവമാണ്.
നൈറ്റൊക്കെ ഞങ്ങളൊരു ദിവസം പുലർച്ചെ 4 മണിക്ക് ഈ റൂട്ട് കവർ ചെയ്ത് പോയി. എനിക്ക് ഓർമ്മയുണ്ട്, നല്ല പേടിച്ചിട്ട് പോയത്. എനിക്കല്ല കേട്ടോ, എനിക്ക് വലിയ പേടിയൊന്നുമില്ല. പക്ഷേ കൂടെയുള്ളവന്മാർക്ക് ഭയങ്കര പേടിയാണ്. അവന്മാർ ഇങ്ങനത്തെ ഫോറസ്റ്റ് ഒക്കെ ആദ്യമായിട്ടാണ്. ഇവിടെ ആന ഇറങ്ങുന്ന സംഭവമൊക്കെ ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, വീഡിയോ ഒക്കെ കണ്ടിട്ടുമുണ്ട്. ഞാൻ മുമ്പ് ലൈവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആന ഈ ഒരു ചുരത്തിൽ. നമ്മൾ ഡിസ്റ്റൻസ് ഇട്ട് പോയി കഴിഞ്ഞാൽ മതി, വേറെ സീനൊന്നുമില്ല, അവന്മാരൊന്നും ചെയ്യത്തൊന്നുമില്ല. അപ്പം ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്ത എല്ലമല എന്ന് പറയുന്ന ഒരു സ്പോട്ടാണ്. ഒരു അടിപൊളി ആംബിയൻസ്, ഒരു അടിപൊളി വൈബ്, ഒരു പുതിയ സ്ഥലം എന്നൊക്കെ ഉള്ള രീതിക്കാണ് ഞാൻ അങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്തത്. എല്ലമലൈ എങ്ങനെയുണ്ട്? നിങ്ങൾ ആരെയും പോയിട്ടുണ്ടോ? ഞാൻ യൂട്യൂബിലൊക്കെ അതിനെക്കുറിച്ച് പോകുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് അറിയാൻ പറ്റിയിട്ട് കുറേ നോക്കി. പക്ഷേ നോ രക്ഷ, ആരും പോയിട്ടില്ലെന്ന് തോന്നുന്നു. ആരും ഇനി പോയവർ തന്നെ വ്ളോഗ് എടുത്തിട്ടുണ്ടാവില്ല. ആ ഒരു സെറ്റപ്പിലാണ് ഞാൻ ആ ഒരു സ്ഥലത്തെ കാണുന്നത്. നൈസ്. എന്തായാലും ചോര എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു വളവും വളഞ്ഞ് ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ട്. യോ ഹേ മങ്കീസ്. വെൽക്കം ടു തമിഴ്നാട്. അപ്പോൾ നമ്മൾ നേരെ തമിഴ്നാട് കയറാൻ വേണ്ടി പോവാണ്. ആഫ്റ്റർ ലോങ് ടൈം നമ്മൾ RC വീണ്ടും തമിഴ്നാട് കയറാൻ പോവാണ്. ഓൾമോസ്റ്റ് മുകളിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് റോഡ് ഭയങ്കര മോശമായിരിക്കും. ഭയങ്കര കെയർഫുള്ളായിട്ട് ഓടിക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ തന്നെ ഇതുപോലുള്ളൊരു മൊട്ട കുഴിയിൽ വീകാൻ പോയേനെ. അതായത് നമ്മൾ റോഡിൻ്റെ സെൻറ്റർ പിടിച്ചല്ല പോവുക. ഇതിൻ്റെ റോഡിൻ്റെ സെൻറ്റർ മൊത്തം ഇതുപോലുള്ള കുഴികളാണ്. പെട്ടെന്നായിരിക്കും ഇതുപോലെയുള്ള വലിയ കുഴികളൊക്കെ ഉണ്ടാവുക. സോ കെയർഫുള്ളായിട്ട് ഓടിച്ചാൽ വണ്ടിക്ക് വലിയ ഡാമേജ് ഒന്നും വരാതെ പോവാം. നമ്മളിതേ എന്താ പറയുക, നാടുകാണി കയറിയ ശേഷം ഊട്ടിയിലോട്ട് പോകുന്ന റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുമ്പം എല്ലമലയാണ്. എല്ലമലൈ ആൻഡ് ഓവാലി, ഈ 2 ലൊക്കേഷൻസാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡേ ടൈം കൊണ്ട് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. രണ്ടും ഒരു ഉള്ളേരിയ, ഒരു ഉൾഗ്രാമ പ്രദേശമാണ്. നമ്മൾ എത്രത്തോളം അടിപൊളിയായിരിക്കും ആ ലൊക്കേഷൻ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഗായ്സ്, അങ്ങനെ നമ്മളിത് ഓവാലി ടൗണിലെത്തിയിട്ടുണ്ട്. ദിസ് ഈസ് ഓവാലി ടൗൺ കാണാനല്ല നമ്മൾ വന്നേ. പക്ഷേ ഇങ്ങോട്ട് വരുന്ന റൂട്ടെല്ലാം സീനായിരുന്നു കേട്ടോ, അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശാന്തമായിട്ട് സമാധാനമായിട്ട് വിഷ്വൽ ബ്യൂട്ടി ഒക്കെ കണ്ടിങ്ങനെ വണ്ടി ഓടിച്ച് വരാൻ പറ്റിയ ഒരു കിട്ടുന്ന റൂട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഓവാലി ഗ്രാമപഞ്ചായത്തിലെ ഓരോരോ വാർഡുകളാണ് നമ്മളിപ്പോൾ വന്ന ഈ ഒരു സ്ഥലമെല്ലാം. ഇവിടുത്തെ പേര് ഞാൻ വീണ്ടും മറന്നുപോയി. ഇപ്പം നിൽക്കുന്ന എല്ലമല ഏരിയയിൽ ഇവിടെ എന്ന് പറയുമ്പം നല്ലൊരു ശതമാനം എന്താ പറയുക മലയാളം പറയുന്ന ആളുകളുണ്ട്. അതുപോലെ മുസ്ലിങ്ങളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. നല്ല രീതിക്ക് തന്നെ മലയാളം പറയും. നമ്മൾ ഇവർക്ക് മലയാളം അറിയാമെന്ന് പേടിച്ച് നമ്മൾ തമിഴ് പറഞ്ഞൊപ്പിക്കുമ്പോൾ അവരിങ്ങോട്ട് മലയാളം പറയും. അതാണ് ഇവിടുത്തെ സെറ്റ്. ഇവിടെ നിന്നൊരു ചായ എല്ലാം കുടിച്ച് എൻ്റെ ഗൂഗിൾ പേ എന്താ പറയുക, ഇവിടെ റേഞ്ച് ഇല്ല. അതുപോലെ ഇവിടുത്തെ ഷോപ്പിലൊന്നും ഗൂഗിൾ പേ എടുക്കില്ല. അപ്പോൾ എനിക്ക് ഇത് ആ ഒരു ഏട്ടന് ഞാൻ ഗൂഗിൾ പേ എടുക്കൂല എന്ന് പറഞ്ഞിട്ടപ്പം അങ്ങേരിന് ഞാൻ കഴിക്കാൻ നിന്നത് കഴിക്കാതെ പോകണ്ടെന്ന് വെച്ചിട്ട് ഈ ഏട്ടൻ ഉണ്ടല്ലോ മീൻ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ റെഡ് കൊണ്ടിട്ട് അങ്ങനെ പറഞ്ഞു, മോനെ ചായ കുടിച്ചോ മോനെ, ക്യാഷ് ഞാൻ കൊടുത്തോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഒഴിവാക്കിയേനി. പക്ഷെ അങ്ങേര് ഭയങ്കര നിർബന്ധിച്ച് ചായ കുടിപ്പിച്ചു. അങ്ങനെ ഞാൻ ചായ എല്ലാം കുടിച്ച് കാക്കാ ഫോട്ടോ നാലി കാണാ. അല്ലല്ല കുഴപ്പമില്ല, നോക്കാം, അല്ലെങ്കിൽ ടൗണ് പോവാ. കാക്കാക്ക് ഭയങ്കര സ്നേഹം. ഹെൽമെറ്റ് അയച്ചങ്ങ് ഇരിക്കുമ്പം എന്നോട് പറയാം എൻ്റെ പേരക്കുട്ടിയാന്ന് വിചാരിച്ച് പെട്ടെന്ന് കണ്ടപ്പോൾ. ആളുടെ നാട് നമ്മുടെ മമ്പാട് ആ ഒരു സൈഡാട്ടോ, നിലമ്പൂർ. ഈ വെയിലുള്ള സ്ഥലത്താണ് കേട്ടോ ഭയങ്കര ചൂട് പോലെ ഫീൽ ആവുന്നത്. പക്ഷേ
ഒരല്പം തണലൊക്കെ ഉള്ള സ്ഥലത്ത് വന്നാൽ നല്ല തണുപ്പ് തന്നെയാണ്. നല്ല രസമുണ്ട് റൂട്ട്. ഇതുപോലെ സമാധാനമായിട്ട് പ്രകൃതി ഭംഗി കണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു റൂട്ട്. ഹൈവ ശരിക്കും ഒരു നമ്മളെ നാട് പോലെയൊക്കെ ഫീൽ ആവും കേട്ടോ. മദ്രസ, സ്കൂള്. ഒറ്റകള് പേടിച്ചോടിയിരിക്കുന്നു. വെറുതെ അലമ്പാക്കണ്ട, ഞാൻ പോട്ടെ. പിള്ളേര് കൈ കാണിച്ചപ്പോൾ ഞാൻ നിർത്തിയാണ്. നല്ല കിഡിലും ഫ്രെയിംസ് ആട്ടോ. എവിടെ നോക്കിയാലും നല്ല രസമാണ്. ഇവിടുത്തെ ഒരു ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഷോപ്പുകൾ, ആ ഒരു ഫ്രെയിംസ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരുപാട് ഫ്രെയിംസ് ഉണ്ട്. ഞാൻ കുറേ കണ്ടുവച്ചിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ ഫോട്ടോ എടുക്കാൻ നേരത്തിട്ട്. ഇതാണ് എല്ലമലൈ സ്കൂള്. എല്ലമലൈ സ്കൂൾ. പിള്ളേരുടെ എല്ലാം ശബ്ദം കേൾക്കുന്നുണ്ട്. നൈസ്. പിള്ളേർ കൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇതുപോലുള്ള ബൈക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല പ്രസൻസാണ്, അവർക്ക് ഭയങ്കര കാര്യമാണ്. അപ്പോൾ നമ്മളിത് എല്ലമലയിൽ നിന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ എല്ലമല എന്ന് പറയുമ്പം അടിപൊളിയായിട്ട് സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ട് ആരുടെയും ശല്യമില്ലാതെ, ഭാഗ്യമുണ്ടെങ്കിൽ ആനകളെയും മാനിനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു നൈസായിട്ടുള്ള സ്പോട്ടാണ്. സമാധാനമായിട്ട് വണ്ടി ഓടിക്കുക, തിരക്കൊക്കെ മാറിയിട്ട്. ഇപ്പം തന്നെ ഇവിടെ ഈ ഒരു തണുപ്പുണ്ടെങ്കിൽ മൺസൂണൊക്കെ വരുമ്പം ഇവിടെ നല്ല കോടൊക്കെ ഇറങ്ങിയിട്ട് കോട മൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷം ആവാനുള്ള സാധ്യത കൂടുതലാണ്. ചെറിയ മഴയൊക്കെ ഉള്ള ഒരു കോട ഫീലൊക്കെ കിട്ടുന്ന ഒരു സമയത്ത് വന്നാൽ ഒന്നും കൂടെ അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താവാം, ഇനിയും വരാം ഇങ്ങോട്ട്, സമയമുണ്ടല്ലോ. നോക്കിക്കേ, മുന്നിലൊരു പൊളിഞ്ഞ ടീ ഫാക്ടറി ഉണ്ട്. നൈസാട്ടോ, ഒരു ഹൊറർ ഫീൽ വരുന്ന ടൈപ്പ്. ഈ ഒരു സൈഡിൽ നോക്കിക്കേ, ഒരു ടീ ഫാക്ടറി എങ്ങാണ്ടാണ്, ഒരു പഴയ ടീ ഫാക്ടറി. ഇപ്പോൾ വർക്കിംഗ് ആണോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ഒരു ഹൊറർ ഫീൽ വരുന്നുണ്ട് അത് കാണുമ്പം. ഒരു പഴഞ്ചൻ പ്രേതകഥയുടെ എന്താ പറയുക, ആ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഒരു ഭീകര ഫീല്. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് എന്താ പറയുക, ഒരു വെള്ളച്ചാട്ടം പോലുള്ള സെറ്റപ്പ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ ആരുമില്ലല്ലോ, പക്ഷെ ഇവിടെ നേരത്തെ ഒരുപാട് പേര് കുളിക്കുന്ന കണ്ടിനി. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇനി തിരിച്ചു പോകുമ്പം ഒരു പക്ഷേ നമുക്ക് നിലമ്പൂർ പാട്ടുത്സവം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ കയറും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് പതുക്കെ നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വെറൈറ്റി ദിവസമായിരുന്നു. രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ ആർസിയും കൊണ്ടൊരു ചെറിയ ട്രിപ്പ് ആ ഒരു രീതിക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.